കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. ഇത് ആക്ച്വലി ഞാൻ ഒത്തിരി കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഈ ക്ലാസ് ഇടുന്നത്. പക്ഷേ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ഉണ്ടോ എന്ന് നോക്കൂ. ഇല്ലെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ പരീക്ഷയ്ക്കും ആവശ്യമുണ്ട് കറണ്ട് അഫയേഴ്സാണ്. വേഗം ക്ലാസ്സിലേക്ക് കയറും. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആര്? കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആര്? BS മാവോജി. ഇത് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. BS മാവോജിയാണ്. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എന്നാണ് തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2 തണ്ണീർത്തടത്തിൻ്റെ പ്രമേയം നോക്കൂ. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2023 സെപ്റ്റംബർ 28. ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ത്? 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ത്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇതാണ് 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. എന്നാണ് ലോക ആരോഗ്യ ദിനം? അറിയാവുന്നവർ കമന്റ് ബോക്സ് പറയൂ. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാനം ലഭിച്ചത്. പ്രഭാവർമ്മ. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 പ്രകാരം ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ്? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 പ്രകാരം ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡാണ്. ഒത്തിരി കാലമായി 1ാം സ്ഥാനത്ത് ഫിൻലാൻഡ് തന്നെയാണ്. ഇത്തവണയും 2024 ഫിൻലാൻഡാണ്. എപ്പോഴും ഇന്ത്യയുടെ റാങ്കിങ് കൂടി ചോദിക്കാറുണ്ട്. 143 രാജ്യങ്ങളിൽ 126 ആണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് 126 ആണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയമസഭാ മണ്ഡലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയമസഭാ മണ്ഡലം കണ്ണൂരിലെ തളിപ്പറമ്പാണ്. തളിപ്പറമ്പാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയമസഭാ മണ്ഡലം. 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി ആര്? 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആനി ജോർജ് മാത്യു ആണ്. ആനി ജോർജ് മാത്യു. കൂട്ടുകാരെ, കറണ്ട് അഫയേഴ്സിലെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. എല്ലാവരും ഹാപ്പി ആയിട്ട് പഠിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. See you.